ഹായ് നമസ്കാരം, പത്രപാരായണത്തിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഇന്ന് ജനുവരി 20 ചൊവ്വാഴ്ച, മകരം 6. അപ്പം നമുക്ക് പ്രധാന തലക്കെട്ടിലേക്ക് തുടങ്ങാം. ഇന്ത്യയിൽ ഡാറ്റ എംബസി സൂപ്പർ കമ്പ്യൂട്ടറിംഗ് ക്ലസ്റ്റർ പാളിച്ചയല്ല, കവർച്ച തന്നെ. ആസൂത്രിത കവർച്ച സൂചിപ്പിക്കുന്നെന്ന് ഹൈക്കോടതി. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. CPMലെ വെട്ടിലാക്കി സജി ചെറിയാൻ, എവിടെയും തൊടാതെ നേതാക്കൾ. മാധ്യമങ്ങളോട് തട്ടിക്കയറി സജി ചെറിയാൻ. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ പരാമർശമാണ്. കാസർഗോഡെയും മലപ്പുറത്തെയും കുറിച്ചൊരു പരാമർശം സജി ചെറിയാൻ നടത്തി. അത് നമ്മൾ ഇന്നലെ വിശദമായിട്ട് വായിച്ചു പോയതാണ്. കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊന്ന കേസിൽ അമ്മ കുറ്റക്കാരി. കുഞ്ഞിനെ കടലിലെറിഞ്ഞ കേസിൽ, അത് കുറച്ച് തളിപ്പറമ്പല്ലേ, കുറേ പുറകോട്ടായ വാർത്തയാണ്. അതിൽ അമ്മ കുറ്റക്കാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായ കാര്യമല്ല, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റേതല്ലെന്ന് ഹൈക്കോടതി. അതായത് ശബരിമല വിമാനത്താവള പദ്ധതിക്ക് തിരിച്ചടി. അപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റേതല്ലെന്ന് ഹൈക്കോടതി. അതാണ് പ്രധാനമായിട്ടുള്ള വാർത്ത. കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ നീക്കാതെ ഗവർണർ. ഇന്ന് നയപ്രഖ്യാപനം. കിഷ്ത്വാറിൽ ഏറ്റുമുട്ടൽ ജവാന് വീരമൃത്യു. മന്നവനാണ് യാചകൻ. ഇൻഡോറിലെ യാചകന് 2 വീടുകൾ, ഒരു ഫ്ലാറ്റ്, 3 വാഹനങ്ങൾ, കയ്യിൽ നിറയെ പണം. അത് കൊള്ളാലോ. മന്നവനാണ് യാചകൻ. ഇൻഡോറിലെ യാചകന് 2 വീടുകൾ, ഒരു ഫ്ലാറ്റ്, 3 വാഹനങ്ങൾ, കയ്യിൽ നിറയെ പണം. നിതിൻ നബിൻ BJP അധ്യക്ഷൻ. നിതിൻ നബിൻ BJP അധ്യക്ഷൻ ഇന്ന് പ്രഖ്യാപനം. പിന്നെ രാഹുൽ ഗാന്ധി ഒരു കുട്ടീൻ്റെ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന KC വേണുഗോപാലിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ചിത്രം കൂടെ മാതൃഭൂമി പങ്കുവച്ചിട്ടുണ്ട്. മലപ്പുറത്തും കാസർഗോഡും ജനിച്ചവരുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം കാണാം. സജി ചെറിയാൻ്റെ പ്രസ്താവന വിവാദമായി എന്ന് മറ്റേ കാക്കദൃഷ്ടി പറയുന്നുണ്ട്. കാക്കദൃഷ്ടി. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഇതിനകത്ത് അമ്മയെ കൊന്ന കേസിൽ കണ്ണൂർ തയ്യിലിൽ 1.5 വയസ്സുകാരൻ ബിയാനെ കടലിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ K. ശരണ്യ വത്സരാജ് 27 കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. അപ്പോൾ അതാണ് ഇന്നത്തെ ഫ്രണ്ട് പേജിലെ പ്രധാന വാർത്തകൾ. പാളിച്ചയല്ല, കവർച്ച തന്നെ എന്നും പറഞ്ഞ് ശബരിമലേൻ്റെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ശബരിമല കൊള്ള ആസൂത്രിത കവർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സൂചനകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന പോലത്തെ സൂചനകളല്ല. കോടതിൻ്റെ സൂചനകൾ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ സൂചനയാണ്. അപ്പോൾ എന്തായാലും പ്രതികൾ വെറുതെ പോവില്ല, എന്തായാലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, ഏത് ഉന്നതരായാലും. കവർച്ചയാണ്. എവിടെ കയറിച്ച അയ്യപ്പൻ്റെ ആണെങ്കിലും ശരി, അപ്പച്ചൻ്റെ ആണെങ്കിലും ശരി, കവർച്ച തന്നെയാണ്. ഓക്കെ, ബൈ. വീണ്ടും നാളെ കാണും വരെ ബൈ.